ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഗുരുവായൂരൊന്ന് പോകാൻ തീരുമാനിച്ചു. ഗുരുവായൂർ ഉത്സവമൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ഗുരുവായൂരിലൊന്ന് പോയതാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കയറാൻ പറ്റാറില്ല, തിരക്ക് കാരണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടെ നിന്ന് ചുറ്റും നാലമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുത് മടങ്ങി വരും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അതെല്ലാം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി അത് അവിടെ എത്തുമ്പോൾ, അത് അവിടെ എത്തിയവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അവിടെ എത്തിയാൽ കിട്ടുന്ന പോസിറ്റീവ് എനർജി വേറെ എവിടെയില്ല. ഭഗവാൻ ഉണ്ടോ ഭഗവാൻ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഉണ്ടോ ഇല്ലേ എന്നുണ്ടെങ്കിലും പ്രകൃതി എന്നൊരു ശക്തി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എനർജി അനുഭവിച്ചാണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ പോയാൽ മതി നമ്മൾ. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസവും വന്ന് തൊഴുതു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഉത്സവകാലം ആയാൽ പിന്നെ അവിടെ നല്ല തിരക്കാവും. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളാണ് ഇന്ന് ഞാൻ പകർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഭഗവാന്റെ തീർത്ഥക്കുളം. ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന കുളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വൃത്തിയായി തന്നെ ദേവസ്വം ബോർഡ് സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന ഭഗവാനോട് പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങൾ, അതൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഭാഗം എടുത്ത് നോക്കിയാൽ മതി, അല്ലാതെ നെഗറ്റീവ് ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാം വന്ന് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇവിടെ വന്നാൽ ആ എനർജി നിങ്ങൾക്ക് കിട്ടും. ഉത്സവകാലമായ എല്ലാ ദിവസവും ഇവിടെ ഉത്സവ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങളുടെ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ കഞ്ഞിക്കുള്ള പ്ലാവിൻ്റെ ഇല കുത്തിയിട്ട് ഒരു സ്പൂണ് മാതിരി ആക്കി കൊടുക്കില്ലേ, അതിൻ്റെ കാഴ്ച. അതുപോലെ തന്നെ അമ്മമാർ ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഈ മാങ്ങാക്കറിക്കുള്ള മാങ്ങകൾ അരിയുന്ന കാഴ്ച. ഇതൊക്കെ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഭക്തജനങ്ങൾ അവരുടെ ഒരു ഭക്തിയുടെ ആ ഒരു ഭാഗമായിട്ടുള്ള ആ സേവനം, ഇവിടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർ സ്വയം സന്നദ്ധരായി വരികയാണ്. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളാണ്. ഇത് ഇല ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അവർക്കുള്ള ഇല വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്ന കാഴ്ചകൾ ഒരുപാട് അമ്മമാർ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദിവസേന ആയിരക്കണക്കിന് കിലോ ഭക്ഷണ സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ.
അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കഞ്ഞിക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങയും ചേനയും ഒക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കുന്ന ഒരു വിഭാഗം. ഇതൊക്കെ അവരുടെ ഒരു സേവന മനോഭാവവും ഭക്തിയും എല്ലാം കൂടി ആവുമ്പോൾ ആ ഉത്സവ കഞ്ഞിക്ക് പ്രത്യേക ഒരു മാധുര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകൾ.